ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മേരി സ്ട്രീറ്റ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ വറുത്ത പാലുകറിയാണ്. മീൻ വറുത്തതിന് ശേഷം അതൊരു ഗ്രേവി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. നമ്മളൊരു ടിപ്പിക്കൽ കുടമ്പുലേക്ക് ഇട്ട് വെക്കുന്ന കറിയിൽ നിന്നും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതും അതിൻ്റെ ടേസ്റ്റും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തക്കാളിയും എല്ലാം ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ തൊട്ട് താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ള് കാണാം. മീൻ വറുത്ത പാലുകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ അയില വറുക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ചേർത്തിട്ട് അയില ഒന്ന് വറുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 2 വലിയ അയില എടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുളക് പൊടി ഒന്ന് കുറച്ചിട്ട് പച്ചമുളക് കൂട്ടിയിട്ടിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ അപ്പത്തിനും ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു കറി നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ പച്ചമുളക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാം. അന്നേരം ഒരു 1/2 ടീസ്പൂൺ മാത്രം മുളക് പൊടി ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ ഒരു അരപ്പാണ് നമ്മൾ സവാള മൊരിഞ്ഞ് കഴിഞ്ഞാൽ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ പൊടികളിടുമ്പോൾ പെട്ടെന്ന് കരിയുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിലും ഈ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് കേട്ടോ. ഇങ്ങനെ അരപ്പൊന്ന് കലക്കി വയ്ക്കുക ആദ്യം കുറച്ച് വെള്ളത്തിൽ. ഇനി ഇതങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സവാളയും ഇതൊക്കെ അരിഞ്ഞെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇതിന് ഇങ്ങനൊരു കറി വയ്ക്കുമ്പോൾ സവാള ഇതുപോലെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കാറ്. പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഷേപ്പ് ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ, ഈ റൗണ്ട് ഷേപ്പ്, കാരണം മുരിഞ്ഞൊക്കെ വരുമ്പോൾ. എന്നാലും അങ്ങനെ തന്നെയാണ് എപ്പോഴും അരിയാറുള്ളത്. അപ്പോൾ ചെറിയ സവാള എടുക്കാൻ ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഇതിപ്പോൾ ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാ നന്നായിട്ട് ഒന്ന് 2 സൈഡും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞാൽ മതി. നന്നായിട്ട് മുരിഞ്ഞിങ്ങനെ ഹാർഡാവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ബാക്കി വറുത്ത എണ്ണയിലുള്ള ബാക്കി എണ്ണ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു. അതുകൂടാതെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഒഴിച്ചാൽ. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ സവാളയും പച്ചമുളകും അതുപോലെ ഇഞ്ചിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്തിട്ട് ബ്രൗൺ ആകുന്ന വരെ മുരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായി ഒന്ന് മുരിഞ്ഞു വന്നാൽ മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് ആ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. നമുക്ക് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി അതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് പിന്നീട് മീൻ വറുത്തതിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ ഇനി ഗ്രേവി ആയി കഴിയുമ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഇതാ ഈ ഒരു പരുവായാൽ മതി. സവാള ഒന്ന് ചെറുതായി വെന്താൽ മാത്രം മതി, മൊരിയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ അരപ്പ് ഇട്ടിട്ട് നമ്മൾ ഒരിച്ചിരി വെള്ളം, ഈ പാത്രം ഒന്ന് കഴുകി ഒരിച്ചിരി വെള്ളം അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് നന്നായി മൊരിഞ്ഞ് വരണം കേട്ടോ. ഈ അരപ്പൊക്കെ മൊരിഞ്ഞ് കരിഞ്ഞൊന്നും പോയില്ല. പെട്ടെന്ന് നമ്മൾ വെള്ളം ചേർത്ത് ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് കരിഞ്ഞൊന്നും പിടിക്കില്ല. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ഡ്രൈ ആയി കിട്ടുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അരപ്പൊക്കെ നന്നായി മൂത്ത് നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു അരപ്പൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തൊന്ന് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ അരപ്പൊന്ന് പെട്ടെന്ന് നന്നായി മിക്സായി കിട്ടും. ഇനി ഞാൻ ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുത്ത് നന്നായി പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് 2ാം പാലാണ്. അത് 1 കപ്പോളം ഉണ്ട് കേട്ടോ. ഞാൻ അളന്ന് നോക്കുമ്പോൾ 1 കപ്പോളം പാലുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുക അതിനകത്തേക്ക്. പിന്നെ ഈ പാലിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ആ ഒരു ചാറിനുള്ള നീളം പോലെയാണ് തീരുമാനിക്കേണ്ടത്. ഇതിപ്പോൾ കുറവായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ ഈ ചട്ടിക്ക് ഇത്തിരി കുഴിയുള്ളതുകൊണ്ട്, അതുപോലെ 2 അയിലയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത്രയും ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവിയുടെ തിക്നെസ് എത്ര വേണം അതനുസരിച്ചിട്ട് തേങ്ങാപ്പാലിൻ്റെയൊക്കെ അളവ് ക്രമീകരിക്കുക. അപ്പോൾ നമ്മൾ 2ാം പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് തിളച്ച് വരണം. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ എന്തായാലും വേണ്ടി വരുമല്ലോ ഉപ്പ്, നമ്മൾ കുറച്ചായിട്ടാണ് എല്ലാത്തിലും ചേർത്തിരിക്കുന്നത്. ഇനി ഒരു 1.5 ടീസ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ കറിയിലേക്ക് കുടംപുളി ചേർക്കില്ല, അതിന് പകരം വിനീഗറാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ വിനീഗർ ചേർത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് പുളി നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കുക നിങ്ങൾ. ഇനി നമ്മൾ തക്കാളിയും കൂടി ഇടുന്നുണ്ട്, പക്ഷെ അതൊരുമാതിരി പഴുത്ത തക്കാളിയാണ്. അപ്പോൾ പുളി അത്യാവശ്യം ഈ സമയത്ത് വേണം. ഉപ്പും എല്ലാം കറക്റ്റ് ചെയ്യുക. പിന്നെ മീനിന് കുറച്ച് ഉപ്പ് കാണുമല്ലോ, അപ്പോൾ അതും കൂടെ നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇതിപ്പോൾ അയലയോ അല്ലെങ്കിൽ നമ്മുടെ കരിമീനൊക്കെ ഉണ്ടല്ലോ, കരിമീനോ കണമ്പ് പിന്നെന്താ ആവോലി, അങ്ങനത്തെ ഏത് മീൻ വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കഴിക്കാൻ. നല്ല കറിയാണ്, നല്ല തേങ്ങാപ്പാലിൻ്റെയൊക്കെ. ഇതിപ്പോൾ നമുക്ക് ചോറിന് കഴിച്ചിട്ട് പിറ്റേന്നൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ, പിറ്റേന്ന് രാവിലെ കഴിക്കാനായിട്ടൊക്കെ. അല്ലെങ്കിൽ അപ്പോ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ കറി. നല്ലൊരു മെഴുക്കുവരട്ടിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറുണ്ണാം നമുക്ക് ഈ കറി ഉണ്ടെങ്കിൽ. അപ്പോൾ ഒരു ഇച്ചിരി നേരം അതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മുടെ കറി ഇപ്പോൾ ഇരിക്കുന്നത്. നല്ല മീനിൻ്റെ പീസസ് ആ ഗ്രേവിയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 ചെറിയ തക്കാളി, ഒരു മീഡിയം സൈസുള്ള നല്ല പഴുത്ത തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തക്കാളി അധികം വേവിക്കാതെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതാണ് ഇതുപോലെ തക്കാളി ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് മുകളിൽ നിരത്തി കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ നിരത്തി കൊടുക്കുക. ഇനി ഇത് അധികം വേവിക്കില്ല, ഒരു മിനിറ്റോ 2 മിനിറ്റോ മാത്രം. അപ്പോൾ ഒരു പകുതി വെന്ത തക്കാളി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതുപോലെ ഒരു 1/4 കപ്പ്, ഇതൊരു കപ്പിൻ്റെ മെഷർമെൻറ്റാണ് ഈ കപ്പ്, അതിലൊരു 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, അതായത് 1/4 പാൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത്. ഇനി ഒരു നുള്ള് ഗരം മസാല, ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ നല്ല ടേസ്റ്റ്, ഗരം മസാലയുടെ ഫ്ലേവർ അങ്ങനെ മുന്നിട്ട് നിൽക്കും അങ്ങനെയൊന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് വിതറി കൊടുക്കാം. നമ്മുടെ അടിപൊളി മീൻ കറി ഇനി ഒരു മിനിറ്റിനുള്ളിൽ തയ്യാറാകും കേട്ടോ. ഇത് കുറച്ച് മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് മുമ്പെടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ 8 നോയമ്പിലൊക്കെയാണ് പച്ചക്കറിയൊക്കെ കഴിക്കുന്ന സമയമാണ്. ഇത് പോസ്റ്റ് ചെയ്യാൻ കുറച്ചൊരു വൈകിയെന്നാണ് കേട്ടോ ഉള്ളത്. കടയിൽ ഒരു മിനിറ്റ് മാത്രം ഒന്ന് തിളച്ചാൽ മതി. തക്കാളി ഒന്നും കുക്കായിട്ടൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇതാകുമ്പോൾ തന്നെ ഒന്ന് എടുത്തിട്ട് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുക. നമ്മൾ തലപ്പാൽ ഒഴിച്ചിരിക്കുന്നതല്ലേ, അപ്പോൾ ഒരുപാട് നേരം തിളപ്പിക്കൊന്നും വേണ്ട. ഒരു മിനിറ്റിൽ താഴെ മാത്രം ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. ആ തക്കാളിക്ക് ഒരു ചൂട് തട്ടാൻ വേണ്ടി മാത്രം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചട്ടി ചുറ്റിക്കുക. അപ്പോഴേക്കും നമ്മുടെ കറി റെഡിയായി. ഓഫ് ചെയ്തിടുക, അത്രയുള്ള പരിപാടി. അപ്പോൾ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പുളിയൊക്കെ വിനീഗർ ആയതുകൊണ്ട് പെട്ടെന്ന് പുളി പിടിക്കും. ഒരുപാട് വിനീഗർ ഒഴിച്ചിട്ടും ഇല്ല നമ്മൾ, അല്ലേ, ഒരു 1.5 ടീസ്പൂൺ മാത്രമാണ് ഒഴിച്ചിരിക്കുന്നത്. ആ തക്കാളിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. മീൻ ഇതുപോലെ വറുത്തിട്ട് ആ പീസും കുറച്ചൊരു തക്കാളിയുടെ ഒന്ന് ഇങ്ങനെ ഒടിച്ചിട്ട് അതും ആ ഗ്രേവിയൊക്കെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ആ ചാറ് ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ ചോറിൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കറിയാണിത്, പ്രത്യേകിച്ചും മമ്മി ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് പിന്നെ കാണാം. ബൈ.